ഭാര്യാഭർത്തൃബന്ധം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഈ കുട്ടിയുടെ ശത്രുഭാഗത്ത് അത്യാഗ്രഹിയായ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. തിരുമേനി പറഞ്ഞത് ശരിയാ. അത് ശ്രീലക്ഷ്മിയുടെ അമ്മായിയമ്മയാ. വഴിപാടിന് ഇന്നലെ ചീട്ടാക്കിയല്ലോ, ഞാനിപ്പോ കഴിപ്പിച്ചു തരാം. നടയടച്ചതിന് ശേഷം വന്നാ മതി, ഞാൻ നോക്കി പറയാം കേട്ടോ. ആ ശരി തിരുമേനി. ശരി എന്നാ. നീയൊന്നും കഴിക്കുന്നില്ലേ? എന്തൊരു കോലാടാ ഇവളുടേത്. നിനക്ക് കുളിയും പല്ല് തേപ്പൊന്നും ഇല്ല കൊച്ചേ? ശ്രീ, നീ ആദ്യം ഫുഡ് കഴിക്കും, എന്നിട്ട് കുളിച്ചൊന്ന് ഫ്രഷ് ആവും. നമുക്കൊന്ന് പുറത്തു പോവാം. ഞാൻ എങ്ങോട്ടും ഇല്ല. ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടമ്മേ. ഇത് ഒരുമാതിരി വട്ടുപോലെയാടാ. ആ പാരമ്പര്യം ഉണ്ടേ. എടാ, ഈ വേണുവിന്റെ അച്ഛന് ഭ്രാന്തുണ്ടായിരുന്നെന്നാ കേട്ടെ. ആ കേട്ടതാണേ. ആ ഇനിയിപ്പോ എന്തായാലും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ. പറഞ്ഞത് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. മകളാണല്ലേ? അതെ തിരുമേനി. 3 മക്കളാ ഞങ്ങൾക്ക്. മൂത്തതും ഏറ്റവും ഇളയതും പെൺകുട്ടികളാ. ഇത് മകനും മകന്റെ ഭാര്യയോ. കുട്ടിക്ക് ശനിദശയുടെ കാലമാ. ഇനി 36 വയസ്സ് വരെ ശനിയുണ്ട്. പക്ഷേ 12 ചൊവ്വയുണ്ട്, അത് നല്ലതാ. ദൈവാധീനമുണ്ട്, അതാ ഒരാശ്വാസം. വിവാഹം കഴിഞ്ഞ കുട്ടിയല്ലേ? അതെ തിരുമേനി. വിവാഹം കഴിച്ചു ചെന്ന വീടും പ്രശ്നമുള്ള വീടാ. കുട്ടികളുണ്ടോ ഈ ജാതകക്കാരിക്ക്? ഇല്ല. പക്ഷേ മാതാവാകാനുള്ള യോഗം ഉണ്ടായതായി കാണുന്നു. അതാരോ ബന്ധിച്ചതായിട്ടും കാണുന്നുണ്ട്. ശരിയാ തിരുമേനി. അവൾ അടുത്ത മാസം ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടതായിരുന്നു. പക്ഷെ അബോർഷനായി. അബോർഷൻ ആക്കിയതാണ് ശത്രുദോഷം. ജ്യോതിഷം കള്ളം പറയില്ല. തിരുമേനി പറയുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ നിന്നോളൂ, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഇത് ശത്രുദോഷം തന്നെയാ. അതുമാത്രമല്ല, അകാലത്തിൽ മരണപ്പെട്ടു പോയ കുഞ്ഞിന്റെ ആത്മാവ് പരേതാത്മാവില് ഇതുവരെ ലയിച്ചിട്ടുമില്ല. ആ ജീവന്റെ പ്രാക്ക് 7 തലമുറ വരെ നിൽക്കുന്ന കണക്ക്. ഈ ജാതകക്കാരിക്കിപ്പോ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ശരിയാ. ഭർത്താവുമായിട്ട് പോലും ഈ കുട്ടി ഇപ്പോ അകലുകയാണ്. ഈ ഭാര്യാഭർത്തൃബന്ധം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഈ കുട്ടിയുടെ ശത്രുഭാഗത്ത് അത്യാഗ്രഹിയായ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. തിരുമേനി പറഞ്ഞത് ശരിയാ. അത് ശ്രീലക്ഷ്മിയുടെ അമ്മായിയമ്മയാ. രുക്മിണി എന്ന അവരുടെ പേര്. എന്തായാലും ആ സ്ത്രീ ഒത്തിരി ആഭിചാരക്രിയകളും ദുർമന്ത്രവാദങ്ങളും ചെയ്തിട്ടുള്ളതായി കാണുന്നുണ്ട്. വിപരീത കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഉഗ്രൻ തിരിച്ചടി കിട്ടും.
പിന്നെ ആ സ്ത്രീക്കൊരു വലിയ തിരിച്ചടി കിട്ടും ഉടൻ തന്നെ. എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലത്തിന് പരിഹാരക്രിയകളൊന്നുമില്ല തിരുമേനി. പറയാം. രണ്ട് മൂന്ന് ചെറിയ പൂജകളും വഴിപാടുകളും ഉണ്ട്. അത് ഞാൻ എഴുതി തരാം. ഇവിടെ തന്നെ വേണമെന്നില്ല, ഏത് ഭദ്രകാളി ക്ഷേത്രത്തിലും ചെയ്യാവുന്നതേ ഉള്ളൂ. 7 വെള്ളിയാഴ്ചകളിൽ എല്ലാ ദിവസവും ആയാൽ അത്രയും നല്ലത്. കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ദേവീ ദർശനം നടത്തിക്കണം. അമ്മ കാരുണ്യപൂർവ്വം ഒന്ന് കനിഞ്ഞാൽ എല്ലാ കഷ്ടതകളും മാറിപ്പോയിക്കോളും. ആ വിഷപ്പൊടി നന്നായിട്ട് കത്തിപ്പടരുന്നുണ്ട്. ബാക്കിയൂടെ കൊടുക്കണം. ശ്രീ, ദാ, നീ ഇന്ന് ഒന്നും കഴിച്ചില്ലല്ലോ. നിനക്കെന്താ ശ്രീ പറ്റിയേ? സുഖയല്ലേ? എനിക്ക് വയ്യ. എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിൽ പോണം, പക്ഷേ ഇപ്പൊ വേണ്ട. ഏയ്യടാ, നീ അങ്ങ് ക്ഷീണിച്ച് വല്ലാതായി പോയി. ആഹാരമൊന്നും വേണ്ട. എന്താ പറ്റിയേ നിനക്ക്? എനിക്കറിയില്ല ഹരീഷ്, പക്ഷെ എനിക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളാ. എങ്കിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടാലോ? എന്തോ വല്ലാത്ത ക്ഷീണം. നമുക്ക് വൈകിട്ട് പോവാം. ആ, ഞാനൊന്ന് കിടക്കട്ടെ. നീ ഈ ജ്യൂസെങ്കിലും ഒന്ന് കുടിക്കേ. ഒന്നും കഴിച്ചില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. എനിക്കിപ്പോ വേണ്ട. ശരി, കിടന്നു. വാ. കിടക്ക്.